പാലക്കാട് കുളപ്പുള്ളിയിൽ CITU ഭീഷണിയെ തുടർന്ന് കടയടച്ചു. പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനമാണ് താൽക്കാലികമായി പൂട്ടിയത്. കട തുറന്ന് പ്രവർത്തിക്കാൻ CITU പ്രവർത്തകർ തടസ്സം നിൽക്കുന്നുവെന്നാണ് കടയുടമ പ്രകാശ് പറയുന്നത്. CITU തൊഴിലാളികൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കട തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ്. അല്ലാതെ വേറെ മാർഗം എൻ്റെ ഇതിൽ കാണാനില്ല. ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ കട അടച്ചത്. പോലീസിൻ്റെ സഹായം ഇല്ല. പോലീസ് പക്ഷേ ഇപ്പോൾ ഒരു പ്രാവശ്യം പോലീസ് വന്നിട്ട് ഇവരെ റിലീസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇറക്കാൻ സമ്മതിക്കും. വീണ്ടും കയറ്റാൻ സമയത്ത് തടുക്കും. ഇറക്കലും കയറ്റലും പോയി വരും. ഞങ്ങൾ പോലീസിനെ വിളിക്കണം. ഏത് സമയം പോലീസിനെ വിളിക്കുമ്പോൾ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയണില്ല. അതാണ് കാരണം, ഇത് അടയ്ക്കാനുള്ള കാരണം. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ കട തുറക്കുന്നതിൽ CITUവിന് ഇത്ര വിരോധം എന്താണ്? യന്ത്രം തൊഴിൽ മുടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രകാശ് സ്റ്റീൽസിന് മുന്നിൽ CITU അവരുടെ പന്തൽ കെട്ടി സമരം ആരംഭിച്ചത്. അതായത് ഈ പ്രകാശ് എന്ന ഈ സിമന്റ് കടയുടെ ഉടമ സിമന്റ് ചാക്കുകളുടെ കയറ്റിറക്കുന്നതിന് വേണ്ടി ഒരു യന്ത്രം നിർമ്മിച്ചിരുന്നു. ഈ യന്ത്രം നിർമ്മിച്ചതോടുകൂടെ തന്നെ ഈ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ ഇതിൽ 2 തൊഴിലാളികളെ വെച്ച് ആ യന്ത്രത്തിന് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ 6ഓളം ആളുകൾ എത്തി തങ്ങൾക്കൊക്കെ തൊഴിൽ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ തന്നെ ഇത്തരത്തിൽ പന്തൽ കെട്ടി സമരം നടത്തുകയും പിന്നീട് ഈ ഉടമയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും CITUവിന്റെ നിരന്തരമായിട്ടുള്ള ഈ പ്രതിഷേധവും അതല്ലെങ്കിൽ യന്ത്രം തൊഴിൽ മുടക്കുന്നു എന്ന പേരിലൊക്കെയുള്ള ഈ സ്ഥാപനത്തിന് നേരെയുള്ള ആക്രമണവും അത് രണ്ടും സഹികെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കട അടയ്ക്കുന്ന ഒരു ഗതികേടിലേക്ക് പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ പ്രകാശൻ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. CITU പ്രവർത്തകർ തടസ്സം നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കട പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രകാശൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു വ്യവസായിയുടെ കൂടെ ആ സ്ഥാപനത്തെ തകർക്കുന്നതിലേക്ക് CITUവിന്റെ സമരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വ്യവസായ സൗഹൃദമാണ് സംസ്ഥാനം, നിരവധി നിക്ഷേപകർ വരൂ എന്നൊക്കെ പറയുന്ന, വീമ്പിളക്കുന്ന, പ്രസ്താവിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഇടതുപക്ഷ തൊഴിലാളി സംഘടനയാണ് ഈ നിലപാടുമായി രംഗത്തെത്തി ഒരു കട അടപ്പിച്ചത് എന്നതുകൂടിയാണ്. അരുൺ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി, പോലീസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? കാരണം ഒരിക്കൽ പോലീസ് എത്തി എന്ന് പ്രകാശൻ പറയുന്നുമുണ്ട്. തീർച്ചയായും പോലീസ് ഒരു തവണ ഈ കടയുടമയായ പ്രകാശിനെ മർദ്ദിച്ചു എന്നതിൽ കേസെടുക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നിരന്തരമായിട്ട് ഈ സമരവും മറ്റും നടത്തുമ്പോൾ അവിടെ വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് പ്രകാശൻ പറയുന്നത്. അതിലൊന്നും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJPക്ക് ഉൾപ്പെടെ കടുത്ത അമർഷമുണ്ട്. BJP ഉൾപ്പെടെ ഈ സ്ഥാപന ഉടമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിൽ പൊതുസമൂഹം ഒന്നടങ്കം, അതായത് അവിടുത്തെ വ്യാപാരി വ്യവസായികൾ ഈ കടകൾ അടച്ചുകൊണ്ട് ഈ പ്രകാശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ BJPയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായ P. വേണുഗോപാൽ ഉൾപ്പെടെ ഈ പ്രകാശിനെ നേരിൽ കണ്ട് പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ പൊതുസമൂഹം ഒന്നടങ്കം പ്രകാശ് എന്ന ഈ സിമന്റ് കടയുടെ ഓണർക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിലും ഈ സമരത്തിൽ നിന്ന് പിന്മാറാനോ അതല്ലെങ്കിൽ ഈ പ്രകാശിനെയും ആ കടയെയും മാന്യമായ രീതിയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാനോ യാതൊരു കാരണവശാലും അനുവദിക്കാത്ത സ്ഥിതിയിലായിരുന്നു ഈ CITUവിന്റെ ഓരോ ദിവസത്തെയും ഇടപെടൽ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേയേറെ ദിവസമായി പലതരത്തിൽ ഈ പ്രതിഷേധം എന്ന പേരിൽ കടയുടെ മുന്നിൽ പന്തൽ കെട്ടി ഒരു ഭാഗത്ത് സമരം നടത്തുന്നു. അതുകൂടാതെ സ്ഥാപന ഉടമയെ തന്നെ മർദ്ദിക്കുന്നു. അതുകൂടാതെ ഈ സ്ഥാപനത്തിൽ നിന്നും സിമന്റ് കയറ്റിറക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തുമ്പോൾ അതിൽ തടസ്സം സൃഷ്ടിക്കുന്നു. ഈ വിധം യാതൊരു തരത്തിലും മുന്നോട്ട് പോവാൻ പ്രകാശ് എന്ന ആ സിമന്റ് കട ഓണറെ അനുവദിക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു ഷൊർണൂരിൽ ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഗതികെട്ട മറ്റ് നിവൃത്തികളൊന്നുമില്ലാതെ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ വ്യവസായി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.